ഹായ് ഗൈസ്, സ്മാർട്ട് ഓപ്പറിൻ്റെ യൂട്യൂബ് വീഡിയോ സീരീസിലോട്ട് വീണ്ടും സ്വാഗതം. നമ്മൾ മുന്നേ ഇതേപോലെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി കീമിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് പ്രൊജക്റ്റൈൽ മോഷന് നല്ല വെയിറ്റേജ് വരാറുണ്ട്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്താണ് എന്നുള്ളതും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കീമിൽ ചോദിച്ചിട്ടുള്ള മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. എന്താണടാ പ്രൊജക്റ്റൈൽ മോഷൻ? നമ്മളൊരു കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയാണെന്നുണ്ടെങ്കിൽ ആ കല്ലിന് എന്ത് സംഭവിക്കും? ആ കല്ല് ഇങ്ങനെ ഒരു പാത്ത് അല്ലേ, ജസ്റ്റ് 1 മിനിറ്റ്. ആ കല്ലിന് എന്ത് സംഭവിക്കും? ആ കല്ല് ഇങ്ങനെ ഒരു പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്യും അല്ലേ, എന്നിട്ട് അത് ഇവിടെ ഗ്രൗണ്ടിൽ വന്ന് വീഴും. അപ്പോൾ ഇത്തരത്തിലുള്ള മോഷനാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അതായത് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് വിച്ച് ഈസ് ത്രോൺ വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി near the Earth's surface and moves along a curved path under the action of gravity alone. അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ആര് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള മോഷനാണ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എറിയുന്ന ആ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് കല്ലായിരിക്കാം, മറ്റ് ഒബ്ജക്റ്റുകളൊക്കെ ആയിരിക്കാം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റൈൽ എന്നുള്ളത്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റൈൽ എന്നുള്ളത്. അതുപോലെ ഇത് ഈ പ്രൊജക്റ്റൈൽ ഫോളോ ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ അതിൻ്റെ ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്ന മോഷൻ ആണ് ആക്ച്വലി പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഡീൽ ചെയ്യുന്നത് മോഷനെ പ്ലെയിൻ ആണ് അല്ലേ. അപ്പോൾ ഈ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത് അത് നടക്കുന്നത് ആക്ച്വലി ഒരു പ്ലെയിനിലാണ്. അതുകൊണ്ടാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന യൂണിറ്റിൽ നമ്മൾ ഈ പ്രൊജക്റ്റൈൽ മോഷനെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്ലെയിനിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്ടർ വെച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഈ ഒരു പ്രൊജക്റ്റൈൽ ത്രോ ചെയ്തിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണെന്ന് വിചാരിക്കുക. അതാണ് ഇവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനീഷ്യലി അത് ത്രോ ചെയ്തിട്ടുള്ള വെലോസിറ്റി വെക്ടർ ആണ് യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം റിസൊല്യൂഷനിൽ നമ്മൾ പഠിച്ചതാണ് ഒരു വെക്ടറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ആയിട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് യു എക്സ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി എന്തായിരിക്കും? യു കോസ് തീറ്റ ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസും നമ്മളെ ഇനീഷ്യൽ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ യു എക്സ് എന്ന് പറയുന്നത് യു കോസ് തീറ്റ, അതായത് അതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് യു കോസ് തീറ്റയും വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് യു സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, യു സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഇനീഷ്യലി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഇനി എന്താണ് എക്സ് ആക്സിൽ? ഇത് പറഞ്ഞതുപോലെ എക്സ് ആക്സിൽ ആക്ച്വലി എന്താണ്? എക്സ് ആക്സിൽ ഉള്ളത് ഇവിടെ അറിയാം, യു കോസ് തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് കമ്പോണൻ്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇതാണ് എക്സ് ആക്സിസിലുള്ളത്. ഓക്കെ, അതിനെ നമ്മൾ യു എക്സ് വെച്ചിട്ടാണ് വിളിച്ചത്. യു കോസ് തീറ്റ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ആണ്. അത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അത് പ്രൊജക്റ്റൈൽ മോഷൻ തുടങ്ങുന്ന സമയത്തോ അവസാനിക്കുന്ന സമയത്തോ അതിൻ്റെ അടിയിലൊക്കെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആക്ച്വലി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സ്വാഭാവികമാണ്. ഒരു യൂണിഫോം മോഷൻ നടക്കുന്നത് പോലെയാണ് ഹൊറിസോണ്ടൽ ആക്സിസിൽ പ്രൊജക്റ്റൈൽ മോഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിഫോം മോഷനിൽ ആക്ച്വലി എന്താണ്? ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ എക്സ് ആക്സിസിൽ നടക്കുന്ന സംഗതി എന്ന് പറയുന്നത് അവിടെ എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ് കമ്പോണന്റിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി വൈ ആക്സിസിലുള്ളത് എന്താണ്? വൈ ആക്സിസിലുള്ളത് ഒരു ആക്സിലറേറ്റഡ് മോഷനാണ്. നമ്മൾ എന്തുപോലെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കല്ല് ഡയറക്റ്റ്ലി മുകളിലോട്ട് ഇട്ട് അത് താഴോട്ട് വരുന്ന ആ മോഷൻ ഉണ്ടല്ലോ, അതുപോലെയാണ് പ്രൊജക്റ്റൈൽ മോഷന്റെ വൈ കമ്പോണന്റ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, വൈ കമ്പോണന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വൈ ആക്സിസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് കേട്ടോ. അതിനെ നമ്മൾ വൈ കമ്പോണന്റോ അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണന്റോ എന്ന് വിളിക്കും. അത് യു വൈ ആണ്. അതിൻ്റെ ഇക്വേഷൻ യു സൈൻ തീറ്റ ആണ്. ബട്ട് ഇതൊരു കോൺസ്റ്റന്റ് അല്ല, ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് അതിന് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോഴ്സ് കൂടി അതിന് വരുന്നുണ്ടാവും. അതുകൊണ്ട് അവിടെയുള്ള ആക്സിലറേഷൻ നമ്മൾ എന്ത് പറയും?
മൈനസ് ജി ആണെന്ന് പറയും. ഓക്കെ, മൈനസ് ജി ഉദ്ദേശിച്ചത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആയിരിക്കും, അതുകൊണ്ട് അതിനെ നെഗറ്റീവ് ഇട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അതുപോലെ വൈ ആക്സിസിൽ നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് വിളിക്കും. എച്ച് ആക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ എന്താണ്, വൈ ആക്സിസിൽ ഒരു ആക്സലറേറ്റഡ് മോഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മെയിൻലി ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അതായത് യു എച്ച് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളത് നമ്മളെ മൈൻഡിൽ വരണം ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ പറ്റി. അതുപോലെ വൈ കമ്പോണന്റ് ആണെന്നുണ്ടെങ്കിൽ, വെർട്ടിക്കൽ കമ്പോണന്റ് ആണെന്നുണ്ടെങ്കിൽ യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ആണ്, ബട്ട് കോൺസ്റ്റന്റ് അല്ല. അവിടെ ആക്സലറേഷൻ എന്തുണ്ടാവും, ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു 3 കേസുകളാണ്. അതായത് ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ ടൈം, നമ്മളിപ്പോൾ ഒരു കല്ലെടുത്ത് എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് താഴെ വീഴുന്നത് വരെയുള്ള ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ മാക്സിമം ഹൈറ്റ് കാണാനുള്ളതുണ്ട്, ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ളത് നോക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടോട്ടൽ ടൈം ഫോർ വിച്ച് ദ പ്രൊജക്റ്റൈൽ ഈസ് ഇൻ ഫ്ലൈറ്റ്. അല്ലേ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു, അത് ഇങ്ങനെ പോയിട്ട് ഇവിടെ വീണു. ഓക്കെ, അപ്പോൾ ഇതിനെടുത്തിട്ടുള്ള ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇതാണ് ആ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, എച്ച് ആക്സിസ്, വൈ ആക്സിസ്, എച്ച് ആക്സിസും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇതിങ്ങനെ പോയിട്ട് ഇവിടെ അവസാനിക്കുന്നത് വരെയുള്ള ടൈമിനാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡ് ബൈ ജി. ക്യാപിറ്റൽ ടി ആണ് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക. 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി ആണ് ഇതിൻ്റെ ഇക്വേഷൻ. യു എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യലി ഇത് ത്രോ ചെയ്യുന്ന വെലോസിറ്റിക്കാണ് നമ്മൾ യു എന്ന് പറയുന്നത്. അതും എച്ച് ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് നമ്മൾ പ്രോബ്ലത്തിൽ തരുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ എടുക്കുക. 9.8 ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളതുണ്ടെങ്കിൽ 9.8 എടുക്കുക, അല്ലെങ്കിൽ അധിക കേസിലും 10 ആണ് എടുക്കാൻ പറയാറുള്ളത്. അത് 10 എടുത്തിട്ട് വേണം നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഓക്കെ, ഈ പ്രൊജക്റ്റിൽ അറ്റൻഡ് ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ അഗെയിൻ ഇവിടെ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, സോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി, അത് ഇവിടെ എൻഡ് ചെയ്തു സപ്പോസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്തിട്ടുള്ള മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഹൈറ്റ് അല്ലേ, ഇറ്റ് ഈസ് എ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ്. ഇറ്റ് ഈസ് എ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. യു സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. എഗെയിൻ യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. എത്ര തന്നിട്ടുള്ളത് നമ്മൾ നോക്കുക. തീറ്റ ഈസ് ഇതേപോലെ തന്നെയാണ്. തീറ്റ എന്ന് പറയുന്നത് ഇതാണ് യു. തീറ്റ പറയുന്നത് എച്ച് ആക്സിസും ഇനീഷ്യൽ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ്. അഗെയിൻ ജി ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സെയിം ടേമുകളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ഇക്വേഷനെ സംബന്ധിച്ച്, ബട്ട് ദിസ് ഈസ് എ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇവിടെയും വരക്കുകയാണ്. സപ്പോസ് ഒരു പ്രൊജക്റ്റൈൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ചാടി. ഓക്കെ, ദിസ് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ. ഇത് തീറ്റയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിനാണ് മാക്സിമം റേഞ്ച് എന്ന് പറയാം. അത് സ്റ്റാർട്ട് ചെയ്ത മുതൽ അത് എൻഡ് ചെയ്ത് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ഡ്യൂറിങ് ഇറ്റ്സ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, ആ ടൈമിൽ കവർ ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുക. ക്യാപിറ്റൽ ആർ വെച്ചിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. ആൻഡ് ഇക്വേഷൻ ഈസ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി ആണ്. യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും ദൂരത്തോട്ട് എറിയണമെന്നുണ്ടെങ്കിൽ ഏത് ആംഗിളിൽ എറിയണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ആർ മാത്സ് എപ്പോഴാണ് വരിക? ആർ മാത്സ് വരണമെന്നുണ്ടെങ്കിൽ സൈൻ്റെ വാല്യൂ 1 ആയിരിക്കണം അല്ലേ. അപ്പോൾ സൈൻ തീറ്റ ഞാനിവിടെ എഴുതുന്നുണ്ട്. സൈൻ 2 തീറ്റ എന്നുള്ളത് 1 ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 തീറ്റ എന്നുള്ളത് 90 ആയിരിക്കണം.
തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ മാക്സിമം റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ മാക്സിമം റേഞ്ച് വി ഹാവ് ടു ത്രോ ദ പ്രൊജക്റ്റൈൽ അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ മാക്സിമം റേഞ്ച് ഫോർ മാക്സിമം റേഞ്ച് അല്ലേ? അപ്പം ആർ മാച്ച് എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി ആയിരിക്കും. കാരണം സൈൻ 2 തീറ്റ എന്തായിരിക്കും? അവിടെ 1 ആയിരിക്കും. കാരണം സൈൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ സൈൻ്റെ മാക്സിമം വാല്യൂ എടുക്കണം. കാരണം സൈൻ ടേം കിടക്കുന്നത് ന്യൂമറേറ്ററിലാണ്. ഓക്കെ, അപ്പോൾ ആർ മാച്ച് എന്ന് പറയുന്നത് യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി ആയിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? സോ വി വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. സോ വി വിൽ ബി മൂവിങ് ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത് കീം 2024 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second at an angle 45 degree to the horizontal. After some time, its velocity vector makes an angle of 30 degree to the horizontal. Its speed at this instant is. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. സോ ഇവിടെ ഞാൻ അതിൻ്റെ ഫിഗർ വരക്കുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ഇങ്ങനെ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇതെന്ത് ചെയ്തു? ഇനീഷ്യലി 20 meter per second പ്രൊജക്റ്റ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ദ ട്രജക്ടറി ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ട്രജക്ടറി എന്ന് പറഞ്ഞാൽ പരാബോളയാണ് കേട്ടോ. നമ്മളിവിടെ പറഞ്ഞല്ലോ, അതായത് ദിസ് ഈസ് ആക്ച്വലി പരാബോള എന്ന് പറഞ്ഞ ഷേപ്പിലാണ് ആക്ച്വലി പ്രൊജക്റ്റൈൽ മോഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് പരാബോളിക് പാത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. നൗ എന്താണ് തന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 20 meter per second ആണ് തന്നിട്ടുണ്ട്. സോ യു ഈസ് ഈക്വൽ ടു 20 meter per second. അതിന് ആംഗിൾ 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കയ്യിലുള്ള വാല്യൂ. ഇനി ആഫ്റ്റർ സം ടൈം ഇറ്റ്സ് വെലോസിറ്റി വെക്ടർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 degree ടു ദ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ സപ്പോസ് ആ പ്രൊജക്റ്റൈൽ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ ആയ സമയത്ത് സോ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിനെ ഞാൻ വി എന്ന് വിളിച്ചു. അതും ഹൊറിസോണ്ടലും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി. ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റൻറ്റിലുള്ള അതിൻ്റെ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് കാണേണ്ടത് ഈ വിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ഈ വിൻ്റെ വാല്യൂ ആണ്. യുവിൻ്റെ വാല്യൂ നമ്മളുടെ കയ്യിലുണ്ട് 20 meter per second ആണ്. വി ആയ സമയത്ത് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാനിവിടെ ഇതിനെ ഒ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിനെ ഞാൻ എ എന്ന് വിളിക്കുന്നുണ്ട്. എ പോയിന്റിൽ എത്തിയ സമയത്തുള്ള അതിൻ്റെ വെലോസിറ്റി എത്രയെന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്പീഡ് എത്രയെന്നുള്ളതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. നമുക്കറിയാം പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നേരത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു എക്സ് എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി 20 meter per second ആണ് തന്നിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു കോസ് തീറ്റ ആണ്. യു എച്ച് എന്ന് പറയുന്നത് എച്ച് കമ്പോണൻ്റ് ആണ് അല്ലേ? ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. അത് യു കോസ് തീറ്റ ആണ്. അത് എത്രയാണെന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. യു എന്ന് പറയുന്നത് 20 meter per second ആണ് ഇൻറ്റു കോസ് 45 ഡിഗ്രി. അപ്പോൾ ഇത് എത്ര ആയിരിക്കടാ? 20 ഇൻറ്റു കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ് അല്ലേ? 1/√2 ആണ്. സോ ഇറ്റ് ഈസ് 20 ഡിവൈഡഡ് ബൈ √2 ആണ് എന്ത്? യു എച്ച് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ആയിരിക്കും അല്ലേ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിയ സമയത്ത്, എ എന്ന് പറഞ്ഞ പോയിന്റിൽ അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ച്വലി വി ആണ് അവിടുത്തെ വെലോസിറ്റി. ബട്ട് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റൈൽ മോഷൻ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഇക്വേഷൻ? അല്ലെങ്കിൽ പോയിന്റ് എയിൽ വി എച്ച് എന്ന് പറയുന്നത് വി കോസ് തീറ്റ ആയിരിക്കും അല്ലേ? വി എച്ച് എന്ന് പറയുന്നത് വി കോസ് തീറ്റ ആയിരിക്കും. എഗൈൻ വി നമുക്കറിയില്ല, വി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 30 ആണ് തന്നിട്ടുണ്ട്. സോ വി കോസ് 30. ഓക്കെ, എന്താണ് കോസ് 30? വി ഇൻറ്റു √3/2 അല്ലേ? √3/2 ആണ് വി എച്ച്. ഓക്കെ, ഇതന്നെ ആയിരിക്കും എന്ത്? നമുക്കറിയാം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇവിടെ യു എച്ചും അതുപോലെ വി എച്ചും കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം ഇത് രണ്ടും പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആണ്. സോ യു എച്ച് വിൽ ബി ഈക്വൽ ടു വി എച്ച് അല്ലേ? യു എച്ച്
വിൽ ബി ഈക്വൽ ടു വി എച്ച്. യു എച്ച് എന്താ നമുക്ക് കിട്ടിയത് 20 ഡിവൈഡഡ് ബൈ √2 ആണ് യു എച്ച്. വി എച്ച് എന്ന് പറയുന്നത് വി ഇൻറ്റു √3/2 ആണ് അല്ലേ, √3/2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി എന്തായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി എന്തായിരിക്കും എന്നുള്ളത് നോക്കുക. സോ വി വിൽ ബി ഈക്വൽ ടു 20 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √3 ആയിരിക്കും. √2 ഇൻറ്റു √3. നമുക്കറിയാം, നമുക്ക് ഓപ്ഷൻസിൽ കുറേ അവൈലബിൾ ആണ്, ബട്ട് ഈ ഒരു രീതിയിലല്ല ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം, ആ രീതിയിലാക്കി മാറ്റണം. ഈ 20 ഇൻറ്റു 2നെ ഞാൻ 20 ഇൻറ്റു √2 ഇൻറ്റു √2 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √3 എന്ന് എഴുതി. സോ ദിസ് √2 ആൻഡ് ദിസ് √2 ഗോട്ട് ക്യാൻസൽഡ്. പിന്നെ ബാക്കി ആരുണ്ടാവും, 20 √2 ഡിവൈഡഡ് ബൈ √3 ഉണ്ടാവും. ഇതിനെ എനിക്ക് എന്താക്കി എഴുതാൻ പറ്റും, 20 ഇൻറ്റു √2/3 എന്ന് എഴുതി കൂടെ, 20 ഇൻറ്റു √2/3. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് പ്രൊജക്ടൈൽ മോഷൻ ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ആക്ച്വലി ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. 20 ഇൻറ്റു √2/3 അതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അത്ര മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്ന സമയത്ത് ആ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So here is the next question. A ball is thrown up vertically at a speed of 6 meter per second. The maximum height reached by the ball. അപ്പോൾ ഇത് എങ്ങനെയാണ് എറിഞ്ഞിട്ടുള്ളത്? അപ്പോൾ ബോൾ ഇവിടെയാണ് വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നേരെ കുത്തനെ മുകളിലോട്ടാണ് എറിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നേരെ കുത്തനെ മുകളിലോട്ട്. ഓക്കെ. എന്നിട്ട് അതിൻ്റെ മാക്സിമം ഹൈറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഒന്നെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ്റെ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമുക്കറിയാം v² - u² = 2as എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? മാക്സിമം ഹൈറ്റ് എന്നാണ്. അപ്പോൾ ഒരു ബോളോ അല്ലെങ്കിൽ ഒരു ബോളാണ് തന്നിട്ടുണ്ട്. ബോൾ വെർട്ടിക്കലി അപ്വേർഡായിട്ട് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് വരില്ലേ. അപ്പോൾ ആ മാക്സിമം ഹൈറ്റിൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കുമല്ലടാ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് എടുക്കാൻ പറ്റും. ജി നമുക്ക് തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. മുകളിലോട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ബട്ട് ത്രൂ ഔട്ട് ദ പ്രോബ്ലം ആ സൈൻ കൺവെൻഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ടുവാർഡ്സ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കുകയാണ് ഇവിടെ. v² - u² = 2as. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അതിൽ v² എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്, അത് 0 ആണ്. -u² എന്ന് പറയുന്നത് 6² ആണ്, = 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ടുവാർഡ്സ് ഡൗൺ ആയതുകൊണ്ട് ഞാൻ അതിനെ ഇവിടെ g = 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അതിനെ -10 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഇൻറ്റു എച്ച്, എസിനെ ഞാൻ എച്ച് എന്ന് വിളിച്ചു. നമുക്ക് കാണേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ എന്താ കിട്ടുക? -36 = -2 × 10 20 വരും. 20 എച്ച് എന്ന് വരും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? ദിസ് മൈനസ് ആൻഡ് ദിസ് മൈനസ് ഗോട്ട് ക്യാൻസൽഡ്. അപ്പം ഇനി അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എച്ച് വിൽ ബി ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 20. 36 ഡിവൈഡ് ബൈ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് 18 ഡിവൈഡഡ് ബൈ 10 or it is 1.8 meter. So option D is the correct answer. നിങ്ങൾക്ക് നോക്കാം, 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി റീച്ചിങ് അറ്റ് ദ സെയിം റിസൾട്ട്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. വി വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 2023 ഗെയിമിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് നോക്കാം. എ പ്രൊജക്ടൈൽ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് v and at an angle theta with the horizontal. If the speed at its maximum height is v/3, then the value of tan theta is. അപ്പോൾ ഇനീഷ്യലി ത്രോ ചെയ്തിട്ടുള്ള സ്പീഡാണ് v, ആംഗിൾ ആണ് തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. ഇഫ് ദ സ്പീഡ് അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് ഇസ്, അപ്പോൾ മാക്സിമം ഹൈറ്റിൽ എത്തിയപ്പോൾ അതിന്റെ സ്പീഡ് എന്തായിട്ട് മാറി? v/3 ആയിട്ട് മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റയുടെ വാല്യൂ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കേസ് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാണ്?
ഇങ്ങനെയാണ് പ്രൊജക്റ്റൈൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ത്രോ ചെയ്തത് വി എന്ന് പറഞ്ഞ സ്പീഡിലാണ്, തീറ്റ ആംഗിൾ ഈസ് തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ട് എന്തായിരിക്കും, വി കോസ് തീറ്റ ആയിരിക്കും. ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് വി സൈൻ തീറ്റ. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചോദിച്ചിട്ടുള്ളത് അറ്റ് മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലാണ് അല്ലേ? ഇവിടെയാണ് മാക്സിമം ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ആക്ച്വലി എന്തായിട്ട് മാറി, ഇതിന്റെ വെലോസിറ്റി v/3 ആയിട്ട് മാറി. മാക്സിമം ഹൈറ്റിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാവില്ല. സോ ദിസ് ഈസ് v/3 ആയിട്ട് മാറി. അപ്പോൾ ഞാൻ ഇതിനെന്ത് ചെയ്യാണ്, വി ഡാഷ് എന്നുള്ള പേരിൽ വിളിക്കുകയാണ്. വി ഡാഷ് ഇസ് ഈക്വൽ ടു v/3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, ടാൻ തീറ്റയുടെ വാല്യൂ എന്താണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഇനി നോക്കടാ, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹൊറിസോണ്ടൽ കമ്പോണന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ആ കോൺസെപ്റ്റ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വി കോസ് തീറ്റ ആണ്. മാക്സിമം ഹൈറ്റിലുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ v/3 എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വി കോസ് തീറ്റനെയും വി പ്രൈമും എന്തായിരിക്കും, സെയിം ആയിരിക്കും. വി കോസ് തീറ്റയും വി പ്രൈമും സെയിം ആയിരിക്കും, വി ഡാഷും സെയിം ആയിരിക്കും. കാരണം വി ഡാഷ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിലായതുകൊണ്ട് അതെന്തായിരിക്കും, ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമായിരിക്കും. സോ വി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു v/3 എന്ന് എഴുതാൻ പറ്റും. സോ വി ആൻഡ് വി ഗോട്ട് ക്യാൻസൽഡ്. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/3 കിട്ടി. കോസ് തീറ്റ 1/3 കിട്ടി. ഇനി നമുക്ക് നമ്മൾ മാത്സിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണേ. വരച്ചു. ഓക്കെ, ഇതാണ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് 1/3 ആവുമ്പോൾ, കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്ജസൻറ്റിന് ഞാൻ 1 ഇട്ടു, ഹൈപ്പോട്ടന്യൂസിന് ഞാൻ 3 ഇട്ടു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് ടാൻ തീറ്റ ആണ് നമ്മളോട് കാണാൻ പറ്റുള്ളത്. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്പോസിറ്റ് ഉള്ള വാല്യൂ എന്താണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ടാൻ തീറ്റ കാണാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, പൈതഗോറസ് തിയറം ഉപയോഗിക്കുക. ABC എന്ന് വിളിച്ചു. നമുക്ക് BC² ആണ് കാണാനുള്ളത്. സോ AB² പ്ലസ് BC² ആക്ച്വലി എന്താണ്, AC² ആണ്. സോ സ്വാഭാവികമായിട്ടും BC² എന്ന് പറയുന്നത് AC² മൈനസ് AB² ആയിരിക്കും. AC² എന്ന് പറയുന്നത് 3² ആണ്. മൈനസ് AB എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് ഈസ് 1². അഗെയിൻ 9 മൈനസ് 1 ഇസ് ഈക്വൽ ടു 8 ആണ് എന്ത്, BC² വരുന്നത്. അപ്പോൾ BC എന്തായിരിക്കും, √8 ആയിരിക്കും. √8നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, √4 × 2 എന്ന് എഴുതി കൂടെ? √4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എനിക്ക് അതിനെ 2നെ എനിക്ക് പുറത്തേക്ക് എടുക്കാം, പിന്നെ ബാക്കി √2 എന്നുണ്ടാവും. സോ BC ഈസ് ഈക്വൽ ടു 2√2. BC എന്ന് പറയുന്നത് എന്താണ്, 2√2 ആണ്. അത് കിട്ടിയാലോ? ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ടാൻ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അതായത് 2√2 ഡിവൈഡഡ് ബൈ 1. അതായത് ഒന്നുമില്ല, ടാൻ തീറ്റ എന്താണ്, 2√2 ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എഗെയിൻ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആണ്, അറ്റ് മാക്സിമം ഹൈറ്റിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2022 കീമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇൻ പ്രൊജക്ടൈൽ മോഷൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് റീമെയിൻസ് ഇൻവേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ മാറാത്തത് എന്നുള്ള അർത്ഥമാണ്, കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ് അർത്ഥം. ത്രൂ ഔട്ട് ഈസ് ഏതാണ്, വെർട്ടിക്കൽ കമ്പോണന്റ് ആണോ? അല്ല, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് എന്ത്, കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് അല്ലേ? നമ്മൾ ഇത്രയും പ്രോബ്ലം ചെയ്തതൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരുന്നു. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് പ്രൊജക്ടൈൽ മോഷനിൽ എന്തായിട്ടുള്ളത്, കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് അഥവാ മാറാത്തതായിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. നിങ്ങൾക്ക് പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്നുള്ളതും അതിലെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുക എന്നുള്ളതും വൃത്തിക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം നമ്മളുടെ ആപ്പ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. നമുക്ക് കീമിന് ആവശ്യമായിട്ടുള്ള മാത്രം കാര്യങ്ങൾ പഠിച്ചിട്ട് നല്ല റാങ്ക് നേടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അതിൽ വീഡിയോ ക്ലാസ്സുകളും പ്രോബ്ലം സെഷനുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീമിന് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ലെക്ചർ സീരീസൊക്കെ ഒരുപാട് കുറേ തിയറി പറയുന്നതിന് പകരം നിങ്ങൾക്ക് കീമിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചിട്ട് മാർക്ക് വാങ്ങുക. സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ.